ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്യ റമ്പാച്ചൻ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്തൃസന്നിധിയിൽ വിശ്വാസപൂർവവും ധ്യാനപൂർവവുമായി ഈ ദേവാലയത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും, പ്രത്യേകാൽ ഈ ശുശ്രൂഷ ലോകമെമ്പാടും വളരെ ആദരവും ധ്യാനവുമായി വീക്ഷിക്കുന്ന സഭാമക്കളായ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അച്ഛൻ ആദരപൂർവം ഓർമ്മിപ്പിച്ച ദൈവിക ശുശ്രൂഷയുടെയും രക്ഷാകരമായ പദ്ധതിയിലൂടെയും ഒക്കെയാണ് നാം ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാത്രയുടെ പൂർണ്ണമായ രൂപം ചില ദൈവ സ്തുതിപ്പുകളെ കണ്ടുമുട്ടുന്ന ദൈവസിംഹാസനത്തിൻ്റെ അടുക്കൽ അണയുന്നതാണല്ലോ നമ്മുടെ ഈ ദിനങ്ങളിലുള്ള യാത്ര. ക്രിസ്തുമസിൻ്റെ ദൂതുകളായും രക്ഷാകര പദ്ധതിയുടെ ശുശ്രൂഷകളിലുമൊക്കെ നമ്മൾ വളരെയധികമായി ശ്രദ്ധയോടെ പങ്കെടുക്കുകയും അത് ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രക്ഷാകരമായ പദ്ധതിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്കിടയാകുവാൻ വേണ്ടി നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനും കാരുണ്യവാനും മനുഷ്യസ്നേഹമുള്ളവനുമായ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. അതിൻ്റെ നാഴികകൾ ഞങ്ങളിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ഞങ്ങളെ പശ്ചാത്താപമുള്ള ഹൃദയം, ഞങ്ങളുടെ ഹൃദയത്തിൽ അനുതാപത്തിൻ്റെ വിത്തുകൾ, മാനസാന്തരത്തിൻ്റെ വിത്തുകളെ ഒന്ന് മുളപ്പിക്കണമെന്ന് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ഭൗതികമായ ജീവിതം വിട്ടുപിരിയുന്നതിന് മുമ്പ് പൈതലായ യേശുവിനെ ശീമോൻ കൈകളിലെടുത്ത് പാടിയതുപോലെ സമാധാനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്ന് സമാധാനത്തിൻ്റെ ആശംസാവാഹകരായി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുവദിക്കണമേ. അവിടുത്തെ ഇഷ്ടവും അവിടുത്തെ വാക്കും അനുസരിച്ചു കൊണ്ടാണല്ലോ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ദൈവ സ്നേഹത്തിൻ്റെയും ദൈവത്തിൻ്റെ വഴികളിലൂടെയും ഞങ്ങൾ സഞ്ചരിക്കുന്നു. ഈ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പമായിരിക്കുന്നവർക്ക് ദൈവസ്നേഹം പങ്കിടുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമേ. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ കൊടുക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങൾ ഏഴകളാകുന്നു, ബലഹീനരാകുന്നു, കുറ്റമുള്ളവരാകുന്നു, പാപികളാകുന്നു. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ഞങ്ങൾ മാനസാന്തരപ്പെടുവാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ ആലയത്തിൽ നിന്റെ മുൻപാകെ കടന്നു വന്നിരിക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും അവിടുത്തെ വലത്ത് തൃക്കരം നീട്ടി നീ അനുഗ്രഹിക്കണമേ. ഇതൊരു പുണ്യഭൂമിയും പരിശുദ്ധൻ്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതവുമായ സ്ഥലത്താണല്ലോ അടിയങ്ങളിരിക്കുന്നത്. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്നിടത്തൊക്കെയും യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശവും അതനുഭവിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമേ. പരിശുദ്ധനായ പരിമല പുണ്യവാളൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മേലുണ്ടാകണമേ. ആ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തലവണക്കിയിരിക്കുന്നു. അനേക മക്കൾ നീറുന്ന വ്യാധികളായി, പ്രയാസങ്ങളായി, ദുഃഖങ്ങളായി, നെടുവീർപ്പുകളായി, തോരാത്ത കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവർ ഇന്ന് ഈ സന്നിധിയിൽ അണയുന്നു. ദൈവമേ, ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. ഞങ്ങളോട് നീ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി വന്നിട്ടുള്ളവരുണ്ട്, രോഗത്തിൻ്റെ അവസ്ഥയിൽ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട്.
കർത്താവേ, നീ അവരോടെല്ലാം സംസാരിച്ച് രോഗികളെ സൗഖ്യമാക്കണമേ. പരിശുദ്ധ പരമത്തിനുമേനിയുടെ മധ്യസ്ഥത എല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭാരങ്ങൾ ജീവിതങ്ങളിൽ വന്നുകൊണ്ട് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ഭാരങ്ങൾ ഞങ്ങളുടെ നീക്കം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന ഭാരമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങൊന്നും തന്നിട്ടില്ല. ഞങ്ങളുടെ ചുമലുകളിൽ അതുമാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഭാരങ്ങളെ നിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കുവാനും ക്രൂശിനെ താങ്ങുവാനും ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് വാങ്ങിപ്പോയവർക്ക് ഊർസ്ലേമി ഭവനങ്ങളിൽ നല്ല ആശ്വാസം കൊടുക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന 4 വേദഭാഗങ്ങൾ ഈ സമയത്ത് ഓർമ്മിപ്പിച്ച് ഈ ധ്യാനം ദൈവസന്നിധിയിൽ പരിസമാപിക്കാം. നമ്മൾ വലിയ ചിന്തകളും നമ്മൾ വലിയ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും ഒക്കെ ആയിട്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. എന്നാൽ ദൈവമുൻപിൽ നമുക്ക് പല കുറവുകളും ബലഹീനതകളുമായിട്ടാണ് ദൈവമുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ ലോകത്തിൻ്റെ മുൻപിലും സഹജീവികളുടെ മുൻപിലും സ്നേഹിതരുടെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലുമൊക്കെ നമ്മളായിരിക്കുന്നത് യാതൊരു കുറവുമില്ലാത്ത ഒരവസ്ഥയിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഒരു കുറവുകളും നമ്മുടെ ജീവിതത്തിലില്ല. എന്നാൽ നമ്മെ അനുദിനം നടത്തുന്ന, നമ്മുടെ ജീവിതത്തോട് സംസാരിക്കുന്ന, നമ്മുടെ വേദനകളെ വഹിക്കുന്ന, നമ്മുടെ ആലോചനകളിൽ നമുക്ക് നല്ല ബുദ്ധി നൽകുന്ന സ്വർഗസ്ഥ പിതാവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുറവുകൾ അനവധിയാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. കുറവുകളില്ലാത്ത ഒരാൾ പോലും ഈ ലോകത്തിലില്ല. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കുറവുകളും ബലഹീനതകളും കുറ്റങ്ങളുമായിട്ടാണ് നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. എന്നാൽ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു കുറവുകളും കുറ്റങ്ങളുമില്ല. ഞാൻ പൂർണ്ണനാണ് എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. പൂർണ്ണമായ മനുഷ്യനായി പൂർണ്ണമായിട്ടാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ എന്നെ സൃഷ്ടിച്ചവൻ്റെ, എൻ്റെ സൃഷ്ടാവിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് ബോധ്യമുള്ളത് നമുക്ക് ഇവിടെ ആയിരിക്കുന്ന സമയത്തും എന്തെല്ലാം കുറവുകളെന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ട്. മാനസാന്തരത്തിന് വേണ്ടി നമ്മളൊക്കെ എന്തെല്ലാം ഇവിടെ ഈ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചിട്ടാണ് കടന്നു പോകുന്നത്. മാനുഷികമായ ബലഹീനതകളും ചില പോരാട്ടങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ചില അഹങ്കാരത്തിൻ്റെ സ്വഭാവങ്ങൾ വളർന്നു വളർന്നു വലുതായി അപ്പോഴാണ് നമ്മൾക്ക് തോന്നുന്നത് ഞാൻ കുറവുള്ളവനല്ല, ഞാൻ കുറവുള്ളവനല്ല. ഞാൻ ആരുടെ മുമ്പിലാണ് കുറഞ്ഞു കൊടുക്കേണ്ടത്? ആരുടെ മുമ്പിലാണ് ഞാൻ അല്പമൊന്ന് കുനിഞ്ഞു കൊടുക്കേണ്ടത്? എൻ്റെ ചുമല് ആരുടെ മുമ്പിലാണൊന്ന് വണക്കേണ്ടത്? ആരുടെ മുമ്പിലാണ് ഞാനൊന്ന് മുട്ടുകുത്തേണ്ടത്? ആരുടെയും മുമ്പിൽ മുട്ടുകുത്തുവാനായിട്ട് എനിക്ക് സാധ്യമില്ല. കാരണം നമുക്കെല്ലാം ഉണ്ട് എന്നുള്ള നമ്മുടെ വിചാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കെല്ലാം ഉണ്ട്. ഭവനമുണ്ട്, ദേവാലയമുണ്ട്, ദേവാലയത്തോട് ചേർന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നമ്മുടെ ഓരോ ദേവാലയങ്ങൾക്കുമുണ്ട്. ജോലിയുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മളുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നാം ആലോചിക്കുക, ദൈവകൃപ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമുക്കെല്ലാം ഉണ്ട്. ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടമുണ്ട്, ഭൂമിയുണ്ട്, അവകാശങ്ങളുണ്ട്, സമ്പത്തുണ്ട്, പണമുണ്ട്, ജോലിയുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട് ഉണ്ട് എന്ന് പറയുവാനായിട്ട് സാധ്യമാകും. പക്ഷേ നമ്മൾ ആലോചിക്കുക, ദൈവകൃപ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ
ഞാൻ ആദ്യം ഓർപ്പിച്ച എല്ലാ കാര്യങ്ങൾക്കും ഒരു അടിസ്ഥാനമുള്ളൂ. അടിസ്ഥാനമില്ലാതെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ എല്ലാം താഴ്വാരങ്ങളിൽ ഒരടിസ്ഥാന ശിലയായി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവകൃപ അതിൻ്റെ അടിസ്ഥാന ശിലയാണോ? അതിൽ നിന്നാണോ ഇത് വളർന്നു വരുന്നത്? അതിൽ നിന്നാണോ എനിക്ക് ഉണ്ടായതെല്ലാം ഇതുവരെയും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? പലപ്പോഴും നമ്മൾ അതൊക്കെ മറന്നുപോയിട്ടാണ് ജീവിക്കുന്നത്. നാം ഇന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷപൂർവം ഇന്ന് നമ്മളെല്ലാവരും ഹൃദയത്തിൽ, മനസ്സുകളിൽ, ഭവനങ്ങളിൽ, ദേവാലയങ്ങളിലൊക്കെ ഈ ആഘോഷങ്ങൾ ഭംഗിയായിട്ട് നമ്മൾ നടത്തുകയാണ്. പക്ഷെ ഈ ആഘോഷങ്ങളുടെ എല്ലാം പരിസമാപ്തി എന്ന് പറയുന്നത് ഒരു ചെറിയ പുൽക്കൂടാണ്, ഒരു ചെറിയ ഭവനമാണ്. ആ ഭവനത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു വലിയ സാഹചര്യങ്ങളിൽ ഒരു പൈതൽ ജനിച്ചതായിട്ടല്ല നമ്മൾ കാണുന്നത്. വലിയ ഒരു സാഹചര്യങ്ങളിൽ ഒരു പൈതൽ ജനിച്ചിട്ടില്ല. ഇന്ന് ആധുനിക ലോകത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു, അതിനുശേഷമുള്ള അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്ത് ആർഭാടപരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ആർഭാടപരമായിട്ടാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസിൽ നാം ഓർക്കുന്ന പൈതലായ യേശുവിൻ്റെ ജനനത്തിൽങ്കിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ജനിപ്പിച്ച് നമ്മളൊക്കെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ആ ആഘോഷം നടത്തുവാൻ ആ പിതാവിനും മാതാവിനും സാധ്യമായില്ല. ആ പിതാവിനും മാതാവിനും സാധ്യമായില്ല. ഒരു കുഞ്ഞായിട്ടല്ലേ അതും ജനിച്ചത്, ഒരു പൈതലായിട്ടല്ലേ അവിടെ പിറന്നു വീണത്. എന്ത് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടാണ് ഒരു പിതാവിനും മാതാവിനും മനസമാധാനത്തോടെ ഒരു സ്ഥലത്ത് കിടക്കുവാനായിട്ട് സാധ്യമായി? ഒരു മനസമാധാനമില്ല. സ്വന്തം ഭവനം വിട്ടിറങ്ങി ദൈവത്തിൻ്റെ ആലോചനയാൽ വഴി നടന്നു. മനുഷ്യരോടുള്ള ബന്ധത്തിൽ അനേകം മനുഷ്യരോടൊപ്പം നടക്കുകയാണ്. നാം ഓർക്കണം, സ്വന്തം ഭവനത്തിൽ നിന്ന് വിട്ട് യാതൊരു തരത്തിലുമുള്ള ഒരു അഭയമോ ഒരു വാസസ്ഥലമോ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധ്യമാകാതെ ഒരു കൂട്ടം ജനങ്ങളോടൊപ്പം നടക്കുകയാണ്. ഈ നടപ്പ് തന്നെയല്ലേ ക്രിസ്തു ഈ ലോകത്തിൽ നടന്നത്? പേർവഴി ചാർത്തുവാൻ, ജനസംഖ്യാ നിർണയത്തിന് പോകുവാൻ എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും യാത്രയാകുന്നുണ്ട്. അന്ന് തുടങ്ങിയ യാത്രയല്ലേ ക്രിസ്തു ഇന്നും നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നത്? പൈതലായ യേശു ആ ജനസംഖ്യാ നിർണയത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ അവിടെയുണ്ടായിരുന്ന ജനത്തിൻ്റെ എല്ലാ ഇച്ഛകളും ആഗ്രഹങ്ങളും സ്നേഹങ്ങളും ഒക്കെ കണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ക്രിസ്തു ആരോടെല്ലാം നടന്നു? മുക്കുവരോട് നടന്നു, പതിതരോട് നടന്നു, ദരിദ്രരോട് നടന്നു, അംഗഹീനരോടൊപ്പം നടന്നു, അനേക മനുഷ്യരോടൊപ്പം ആ യാത്ര തുടരുകയാണ്. ഉദരത്തിൽ വഹിച്ച ക്രിസ്തുവിനെ കാൽവറിയിൽ കൊണ്ടാക്കുന്നത് വരെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. ഭവനത്തിൽ നിന്നിറങ്ങി സ്വർഗീയ ബലിപീഠത്തിൽ കൊണ്ടുചെന്നാക്കുന്നതിന് ആർക്ക് സാധ്യമായി? പരിശുദ്ധ കന്യകമറിയാമിന് സാധ്യമായി. നമ്മൾ വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നവരായിരിക്കാം. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ പിന്നോട്ട് പോകുവാനായിട്ട് സാധ്യമാകും? നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭവനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇടവകയുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ജോലി മേഖലകളിലെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ അനേക കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ ആത്മീക വേലയുടെ, ആത്മീക ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ പൂർണ്ണമായി നിറവേറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ആത്മീക ജീവിതത്തിൻ്റെ, ആത്മീക ജോലിയുടെ, ആത്മീയ വേലയുടെ ഉത്തരവാദിത്വം എത്രമാത്രം നമ്മൾ ഭംഗിയായി നിറവേറ്റുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ടോ?
ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനായിട്ടാണ് നാം ഇന്ന് ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ച തിരുവചന വേദഭാഗം 4 വേദവാക്യങ്ങൾ ഓർപ്പിച്ച് ഓർപ്പിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വേദഭാഗം പരിചിതം, ധ്യാന വിഷയമായിട്ടുള്ളത്, കേട്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോയിട്ടുള്ളത് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വീണ്ടും ഈ സന്നിധിയിൽ തിരഞ്ഞെടുത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പുതുക്കപ്പെട്ട ചില ആശയങ്ങൾ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. അതിൻ്റെ 1-ാമത്തെ വേദഭാഗം ഇത് പ്രകാരം വായിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മാന്യൻ, മഹാൻ എന്ന് കണ്ടു, എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു. ജീവിതത്തിൽ മഹാനാകാം, മാന്യനാകാം, എല്ലാം വെട്ടിപ്പിടിച്ച് തൻ്റെ യജമാനന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് നിന്നിട്ട് ഞാൻ എൻ്റെ ജോലി പൂർത്തീകരിച്ചു എന്നുള്ളത് കാണാം. എന്നാൽ സമൂഹത്തിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനമാനങ്ങളുണ്ട്. പക്ഷേ സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും എല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും പ്രിയമുള്ളവരെ, ചില കുറവുകൾ ഈ മഹാനും മാന്യനുമായ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അതെന്താണ്? അവൻ്റെ രോഗമാണ്, അവൻ്റെ കുഷ്ഠരോഗമാണ്. അതിൽ നിന്ന് എന്ത് സൗഖ്യമാണ് അദ്ദേഹത്തിന് ലഭിക്കാനുള്ളത്? യജമാനന് പ്രിയപ്പെട്ടവരാണ്, സമൂഹത്തിന് പ്രിയപ്പെട്ടവരാണ്, ഓരോ സ്ഥാനങ്ങൾക്ക് സ്ഥാനനായേന ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ദൈവം സ്വർഗത്തിൽ നിന്ന് എന്നെയും നോക്കുന്നത് പോലെ, ഞാൻ ആ പ്രാരംഭമായി ഓർപ്പിച്ചതുപോലെ, സ്വർഗത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും നോക്കുന്നത് പോലെ ഈ മാന്യനായ നമുക്ക്, മഹാനായ നമുക്ക് എന്തുണ്ട്? ചില കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവരാണ് എന്നുള്ളവരാണ്. നമ്മളാണ് ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും നല്ല ഷെയ്പ്പ് ഉള്ളവരെന്ന് നമ്മൾ വിലയിരുത്തുന്നുണ്ട്, നമ്മളെ തന്നെ വിലയിരുത്തുന്നുണ്ട്. അതിനുവേണ്ടി എന്ത് മാർഗങ്ങളും ഇന്ന് ലോകത്തിൽ നമുക്കുണ്ട്. ഏത് രീതിയിലും നമ്മളെ ഓരോ രൂപഭേദം വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. നാം ആലോചിക്കുക, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ നിന്റെ രൂപം മാത്രമേ എനിക്കുള്ളൂ. ദൈവത്തിൻ്റെ ഭാവവും ശൈലിയും ജീവിത ശൈലിയും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മളൊന്നൊക്കെ ആത്മശോധന ചെയ്യണം. ഈ പരിശുദ്ധമായ നോമ്പ് അതിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾ നിന്റെ രൂപം വഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണോ? രൂപവും ഭാവവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കാം. എല്ലാം നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കുവാനായിട്ട് സാധ്യമാകും. നമ്മൾ ജയിച്ചു എന്ന് നമ്മൾ കരുതും. നമ്മുടെ ജയമൊക്കെ താൽക്കാലികം മാത്രമായിരിക്കും. നമ്മുടെ ജയത്തിന് ചിലപ്പോൾ ഈ ലോകത്തിൽ ഒരു ചെറിയ സമ്മാനം നമ്മൾക്ക് കിട്ടും. അതിൻ്റെ സംഘാടകരൊക്കെ നമുക്ക് കൊണ്ടുവന്ന് നൽകും. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താലോ അല്ലെങ്കിൽ മത്സരത്തിൽ ഏർപ്പെട്ടാലോ, മത്സരം കഴിഞ്ഞ് അതിന് 1-ാം സ്ഥാനം കിട്ടിയാലോ ഒക്കെ നമുക്ക് ചിലപ്പോഴൊരു സമ്മാനം നമ്മുടെ കൈകളിൽ കിട്ടും. എന്തിനു വേണ്ടിയാണ്? ഞാൻ ജയിച്ചു എന്നുള്ളത്. ആ ജയത്തിൻ്റെ സമയം, ഞാൻ ജയിച്ചു എന്നുള്ള ആ ദിവസം സന്ധ്യയിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ ആ ജയം ഈ ലോകത്തിൽ തന്നെ മാറിപ്പോകും. അടുത്ത ദിവസം അടുത്ത ആൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഏത് മത്സര രംഗത്ത് ഏർപ്പെടുന്നുവോ അവിടെ നിന്നെല്ലാം നമ്മുടെ ശാരീരികമായ കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ യഥാർത്ഥ സ്ഥലത്ത് നിന്ന് മാറേണ്ടതായിട്ട് വരും. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി പോരാട്ടം നേടി ജയിച്ചിട്ടുള്ളവരുടെ
എങ്ങനെയാണ് അവർ ജയിച്ചത് എന്നുള്ളത് ഇന്നും നമ്മൾ ഓർക്കുന്നില്ലേ? സഹദേവന്മാരെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ലേ? രക്തസാക്ഷികളെ കുറിച്ച് ഓർക്കുന്നില്ലേ? പുണ്യവാന്മാരെ കുറിച്ച് ഓർക്കുന്നില്ലേ? പരിശുദ്ധന്മാരെ കുറിച്ച് ഓർക്കുന്നില്ലേ? അവർ ഈ ലോകത്തിൽ നേട്ടത്തിന് വേണ്ടിയോ സമ്മാനങ്ങൾ കരസ്ഥമാക്കുവാൻ വേണ്ടിയോ ഉള്ളതല്ലായിരുന്നു അവരുടെ ജീവിതം. അവർ അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ പരാജയപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവർ വിജയശ്രീലാളിതരായി ഈ ലോകത്തിൽ ഇന്നും തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ, ശോഭയുള്ള നക്ഷത്രങ്ങളെ പോലെ ആകാശമണ്ഡലത്തിൽ അവർ ഇന്നും പ്രകാശപൂരിതരായി നമുക്ക് തെളിവാകുന്ന പ്രകാശം നമുക്ക് നൽകുന്നുണ്ട്. തെളിവാകുന്ന പ്രകാശം അവർ നമുക്ക് നൽകുന്നുണ്ട്. നമ്മളെങ്ങനെ ജീവിക്കുന്നു? വീണ്ടും ആ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മഹത്വങ്ങൾ ഉണ്ടാകാം, മഹാന്മാരായി തീരാം, ലോകമോർക്കുകയില്ല. മാന്യനായി തീരാം, മാന്യതയോടുകൂടി പെരുമാറാം, മാന്യമായ സ്വഭാവത്തിൽ സംസാരിക്കാം. അതെല്ലാം നല്ല ഗുണങ്ങൾ തന്നെയാണ്. പക്ഷേ നാം ആലോചിക്കുക, പിന്നിലേക്ക് നോക്കുക, എവിടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തകർന്നുപോയ അവസ്ഥകളുണ്ടായി? സ്വയം തകർന്നതല്ല, മറിച്ച് മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി എൻ്റെ ഹൃദയത്തിൽ ആലോചനകളുടെ കൂടുകൾ കെട്ടിയപ്പോൾ ആ കൂടുകളിലേക്ക് പൈശാചികന്റെ ശക്തികളെ അതിൽ വഹിച്ചുകൊണ്ട് ഞാൻ യാത്ര ചെയ്തു. അപ്പോഴാണ് എൻ്റെ ഈ കൂട്ടിൽ നിന്ന്, ഹൃദയമാകുന്ന കൂട്ടിൽ നിന്ന്, ഞാൻ ഒരുക്കിയ കൂട്ടിൽ നിന്ന് എൻ്റെ പൈശാചിക ശക്തി എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ എന്നോടൊപ്പമുള്ളവരെ ഞാൻ നശിപ്പിച്ചു. എനിക്ക് വിജയമുണ്ടായി, മറ്റുള്ളവരുടെ മുമ്പിൽ വിജയമുണ്ടായി. പ്രിയമുള്ളവരെ, എന്ന് നാം ആലോചിക്കുക. ലോകത്തെ പരാജയപ്പെടുത്തി, ലോകമോഹങ്ങളെ പരാജയപ്പെടുത്തി, ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ഈ ലോക ജീവിതം സമാധാനം തരുന്നതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ദൈവം തരുന്ന സമാധാനത്തിനു വേണ്ടി യാത്രയായി. ദൈവം തരുന്ന സമാധാനത്തിനു വേണ്ടി യാത്രയാകുന്ന മനുഷ്യരാണ് ഈ ലോകത്തിലെ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനം. അതാണ് ഇടയന്മാർ ബേത്ലഹേമിൽ കാഴ്ചയർപ്പിച്ചത്. ആടുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് എങ്ങനെയെന്ന് ഇടയന്മാർക്കറിയില്ല. പക്ഷേ നക്ഷത്രം വഴികാട്ടിയാകുന്നിടത്തോളം കാലം അവർ ബലഹീനതയിൽ യാത്ര ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഈ ലോക സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സർവജനത്തിൻ്റെയും മഹാസന്തോഷമാണ് ഇടയന്മാർ വഹിക്കുന്നത് എങ്കിൽ ആ ജനത്തിൻ്റെ സന്തോഷം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് ക്രമേണ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. സർവലോകത്തിൻ്റെയും സന്തോഷം, സർവജനത്തിൻ്റെയും സമാധാനം, സർവജനത്തിൻ്റെയും ആലംബമായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ ഈ ക്രിസ്മസ് കൊണ്ടുപോകുവാൻ നമുക്കിടയാകണം. ഇതിന് വലിയ സ്ഥലങ്ങൾ നമുക്ക് ഉണ്ടാക്കി വെക്കുവാനായിട്ട് സാധ്യമല്ല. ഇതിനൊരു വലിയ ഇടമില്ല. ചെറിയ ഒരിടത്തിൽ നിന്നാണ് സർവ്വലോകത്തിന് സമാധാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അരാം രാജാവിൻ്റെ സേനാപതിയായ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം അവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അവന് ജയമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ യജമാനൻ അവനെ കാണുന്നത് നല്ലവനായിട്ടാണ്. പക്ഷേ സമൂഹം അവനെ കാണുന്നത് എങ്ങനെ? ചില രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവനായിട്ടാണ് കാണുന്നത്. ദൈവത്തെ അറിയുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ, ദൈവമാർഗത്തെ അറിയുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ നമ്മുടെ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തുവാൻ, ഞാൻ നിസ്സഹായനാണെന്ന് ഈ ലോകത്തെ കാണിക്കുവാൻ ചിലപ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. രോഗമില്ലാത്ത മനുഷ്യരാരും ഈ ലോകത്തിൽ നമ്മൾ ആരും ജീവിക്കുന്നില്ല. പിറന്നു വീഴുന്ന കുഞ്ഞിന് പോലും രോഗത്തിൻ്റെ അവസ്ഥയിലാണ്. പിറന്നു വീഴുന്ന കുഞ്ഞും രോഗിയാണെങ്കിൽ അപ്പനും അമ്മയും കയ്യിൽ എടുത്തു വെച്ചുകൊണ്ട് കണ്ണുനീർ തൂകുവാനല്ലാതെ മറ്റെന്ത് വഴി? ദൈവത്തിൻ്റെ മുൻപിലേക്ക് വരുവാൻ മാത്രമാണ് അതിലുള്ള വഴി. ചികിത്സയിലൂടെ മാറുമോ?
ചികിത്സയിലൂടെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധ്യമാകും. എന്നാൽ ശരീരത്തിൽ നമ്മളുണ്ടാക്കുന്ന നമ്മുടെ മനസ്സുകൾക്ക്, നമ്മുടെ ഹൃദയങ്ങൾക്ക്, നമ്മുടെ ബുദ്ധിക്ക്, അതെല്ലാം നമ്മളുണ്ടാക്കുന്ന രോഗങ്ങളാണ്. അതെങ്ങനെയെന്നാൽ മഹാനായി നിൽക്കുമ്പോഴും നമ്മൾ കുറച്ചും കൂടെ വലുതാകാൻ ശ്രമിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ വലുതാകാനായിട്ടാണ് ശ്രമിക്കുന്നത്. മനുഷ്യൻ വിനയപ്പെടുവാൻ ശ്രമിക്കുന്നില്ല. മനുഷ്യൻ ഇന്ന് ഉയരുവാനായിട്ട് ശ്രമിക്കുകയാണ്. എവിടെയെല്ലാം ഉയരണം, എവിടെയെല്ലാം പോകണം, എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. അതിന് സ്ഥാനങ്ങൾക്ക് വേണ്ടി ഉള്ള യാത്രകളുണ്ട് മനുഷ്യന്. മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ട് സ്ഥാനങ്ങൾ നേടുവാനുള്ള യാത്രകളുണ്ട്. സ്ഥാനത്തിരിക്കുമ്പോഴൊക്കെ പലപ്പോഴും എല്ലാവരും അങ്ങ് ബഹുമാനിക്കുമെന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരെയും ബഹുമാനിക്കുമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത. പക്ഷേ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ചെയ്യുന്ന പ്രവൃത്തി മുഖാന്തരമായിരിക്കണം നമ്മളെയൊക്കെ മറ്റുള്ളവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളൊരു സ്ഥാനത്ത് കയറിയിരുന്നുകൊണ്ട് എല്ലാവരും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത്, തൻ്റെ ഭവനത്തിൽ പിതാവിൻ്റെ സ്ഥാനത്തിരുന്ന് പിതാവ് ചെയ്യുന്ന പ്രവൃത്തിയുണ്ടെങ്കിൽ ഭാര്യയും മക്കളും അതേ രീതിയിൽ തന്നെ അവരെ ബഹുമാനിക്കും. അത് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും പൗരോഹിത്യത്തിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും പ്രിയമുള്ളവരെ, ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് എല്ലാവരും ബഹുമാനിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഈ ലോകത്തിൽ ജീവിക്കരുത്. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി എന്താണോ മറ്റുള്ളവർക്ക് പ്രീതികരമാണെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഒരു ബഹുമാനവും സ്നേഹവും ഉണ്ടാകുകയുള്ളൂ. ആ സ്നേഹത്തിനാണെന്ന് ലോകത്തിൽ വില കൊടുക്കേണ്ടത്. നമുക്ക് ആലോചിക്കാം, ദൈവമേ, ഈ സന്നിധിയിൽ നമ്മളിന്ന് ഇരിക്കുമ്പോൾ ഞാൻ എത്രമാത്രം എൻ്റെ സ്വയത്തിൽ ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്, എത്രമാത്രം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു വലിയ ആളാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ദൈവം ചിന്തിക്കാത്ത, യേശു തമ്പുരാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ പലതും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് അനേകരുടെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട്. നാം ആലോചിക്കുക, അതിനുവേണ്ടിയാണ് ഈ ധ്യാനം. നമ്മൾ കേട്ടുമടങ്ങി പോവുകയല്ല. ഞാൻ എത്രമാത്രം ദൈവസന്നിധിയിൽ വലിയവനെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എത്രമാത്രം ഞാൻ മഹാനാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ സമ്പത്തുള്ളവനെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അയൽവക്കക്കാരൻ്റെ മുമ്പിൽ എൻ്റെ ഭവനമാണ് ഏറ്റവും വലിയ ഭവനമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഏറ്റവും വലുതാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം ആലോചിക്കുക, ഇവിടെയെല്ലാം ഇങ്ങനെ ചിന്തയുണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും വീഴ്ചയിലേക്ക് പോവുകയാണ്, നമ്മൾ താഴ്ചയിലേക്ക് പോവുകയാണ്. വിനയപ്പെടുന്നവർക്ക് മാത്രമേ ഉയർച്ച സമ്പാദിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. വിനയത്തിൽ മാത്രമേ ഉയർച്ച ഉണ്ടാകുകയുള്ളൂ. വിനയത്തിൽ മാത്രമേ സന്തോഷമുണ്ടാകുകയുള്ളൂ. വിനയത്തോടെ സംസാരിക്കുമ്പോൾ മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ. ആ ഫലത്തിന് വേണ്ടിയാണല്ലോ നമ്മുടെ മുമ്പിൽ ഇന്നൊരു പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. മഹാനും മാന്യനുമൊക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷേ എൻ്റെ മുമ്പിൽ വിനയത്തിൻ്റെ ഒരു പുൽക്കൂട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വിനയത്തിൻ്റെ പുൽക്കൂടിൽ എന്നെ നോക്കി, നമ്മളെല്ലാവരെയും നോക്കി, ലോകത്തെ നോക്കി പൈതലായ യേശു പറയുന്നു, സർവജനത്തിൻ്റെയും മഹാസന്തോഷമാണ് ഈ അമ്മയുടെ കൈകളിലിരിക്കുന്ന ഈ പൈതൽ. സർവജനത്തിൻ്റെയും സന്തോഷമാണ്. ആ വിനയം നമ്മൾ പഠിക്കുന്നില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും വീഴ്ചയിലേക്ക് പോകും. ഒന്നാമത്തെ ഭാഗം, സ്വയത്തിൽ നമ്മൾ അഹങ്കരിക്കാതെ വിനയം ധരിച്ച് സന്തോഷത്തിൻ്റെ ആത്മാവിനെ നമുക്ക് മുന്നിട്ട് നിർത്തുവാനായിട്ട് സാധ്യമാകണം. ഇതിൻ്റെ രണ്ടാമത്തെ വേദഭാഗം, ഈ രോഗത്തിന് വേണ്ടി ചികിത്സ ഒന്നുമില്ല, എന്നാൽ ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി ഈ വലിയ മനുഷ്യൻ്റെ ഭവനത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി പറയുന്ന കാര്യമാണ് മൂന്നാമത്തെ വേദഭാഗം. അവൾ തൻ്റെ യജമാൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം
മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് ഒരു പെൺകുട്ടി പറയും, കവർച്ചയായി പിടിച്ചുകൊണ്ടുവന്ന, അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടി ആ ഭവനത്തിലിരുന്നു കൊണ്ട് പറയുന്നുണ്ട്, ശമരിയയിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ അടുക്കൽ ചെല്ലുക. ആ പ്രവാചകന്റെ അടുക്കൽ ചെല്ലുമ്പോൾ സൗഖ്യമുണ്ടാകും. ചില നിമിത്തങ്ങളാണത്, ചില നിമിത്തങ്ങളാണ്. ഈ പെൺകുട്ടി ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു നിമിത്തമാണെന്ന് പറയും. അതെന്താണ് നിമിത്തം? ഈ രോഗം മാറാൻ ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന ഒരു കൊച്ചു കുഞ്ഞാണ്. ഈ മനുഷ്യന്റെ അവസ്ഥ മാറ്റിക്കുവാൻ, ഈ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ, ഈ മനുഷ്യന് തൻ്റെ ശരീരം പഴയ ശരീരം പോലെ ആയിത്തീരുന്നതിന് വേണ്ടി വന്ന ഒരു പെൺകുഞ്ഞാണിത്. കൊണ്ടുവന്നത് എങ്ങനെയാണ്? കവർച്ചയിൽ കൊണ്ടുവന്നതാണ്, കവർച്ചപ്പടയായി കൊണ്ടുവന്നതാണ്, അടിമയായിട്ട് കൊണ്ടുവന്നതാണ്. ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ, ദേശത്തെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ മുമ്പിൽ നിന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നതായിരിക്കാം ഈ സ്ഥലത്തേക്ക്, കൊട്ടാരത്തിലേക്ക്. അപ്പോഴാണ് കുഞ്ഞ് പറയുന്നത്, ഇത്രയും വലിയ മനുഷ്യനാണോ? അതുകൊണ്ട് ഒരു പ്രവാചകന്റെ അടുക്കിലേക്ക് ചെല്ലണം, ഒരു പ്രവാചകന്റെ അടുക്കിലേക്ക് നീ ചെല്ലണം. അപ്പോഴെന്തുണ്ടാകും? സൗഖ്യമുണ്ടാകും. പ്രവാചകന്റെ അടുക്കൽ ചെന്നാൽ സൗഖ്യം കൂട്ടും. വീണ്ടും താഴേക്ക് വരികയാണ്. ഉന്നതാവസ്ഥയിൽ നിൽക്കുന്ന ഈ മനുഷ്യനെ താഴേക്ക് ഇറക്കി കൊണ്ടുവരികയാണ്. ഒരു കൊച്ചു കുഞ്ഞാണിത് കൊണ്ടുവരുന്നത്. വലിയ ആളൊന്നുമല്ല, വലിയ മനുഷ്യരൊന്നുമല്ല, അല്ലെങ്കിൽ തല്ലുകൊടുത്തിട്ടല്ല, അല്ലെങ്കിൽ അനുസരിപ്പിച്ചിട്ടല്ല. ആ ഭവനത്തിൽ കൊണ്ടുവന്ന ഒരു പൈതലിന്റെ വാക്കുകൊണ്ട് ഈ മഹാനായ മനുഷ്യനെ വീണ്ടും അവന്റെ ജീവിതത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരികയാണ്. ഉയർന്നു പോകുവാനായിട്ട് അവസരമില്ലാത്തത് കൊണ്ട് വീണ്ടും താഴേക്ക് കൊണ്ടുവരികയാണ്. അവൾ പറയുക, ആ കുഞ്ഞ് പറയുകയാണ്, ഈ പ്രവാചകൻ, ശമരിയയിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ അടുക്കൽ ചെല്ലണം. അതാണ് 10ാമത്തെ വേദഭാഗം. ആ പ്രവാചകന്റെ അടുക്കലേക്ക് പോകുന്നു. വസ്ത്രമുണ്ട്, സമ്പത്തെടുത്തിട്ടുണ്ട്, പൊന്നുണ്ട്, വെള്ളിയുണ്ട്, അനേക കാര്യങ്ങൾ എല്ലാം എടുത്തുകൊണ്ടാണ് പോകുന്നത്. 5ാമത്തെ വേദഭാഗം വാക്യം മുതൽ അത് പറയുന്നുണ്ട്, എന്തെല്ലാം കൊണ്ടാണ് ഈ മനുഷ്യൻ പോകുന്നത് എന്നുള്ളത്. എല്ലാം എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ആരുടെയും സൗജന്യമൊന്നും ഈ ലോകത്തിൽ വേണ്ട. മഹാനായി മാന്യനായി നിൽക്കുന്ന മനുഷ്യന്റെ ചിന്ത ഇതാണ്, എനിക്ക് ആരുടെയും സൗജന്യം വേണ്ട, എനിക്ക് ആരും അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും ചെയ്തു തരുകയും വേണ്ട. ഞാൻ എന്ത് കൊടുക്കും? വസ്ത്രം കൊടുക്കും, ആഭരണങ്ങൾ കൊടുക്കും, വിലയേറിയ മുത്തുകൾ കൊടുക്കും, വിലയേറിയ എല്ലാ വിശേഷമായിട്ട് ആ കൊട്ടാരത്തിലുള്ളതെല്ലാം ഞാൻ കൊണ്ടു കൊടുക്കും. എനിക്ക് ആരുടെയും സൗജന്യമൊന്നും വേണ്ട. എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. എന്തിനു വേണ്ടിയാ? കുഷ്ഠരോഗം മാറാൻ, രോഗം മാറാൻ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കൊണ്ടു ചെല്ലുമ്പോൾ, അതാണ് 2ാമത്തെ ചിന്തയിലേക്ക് വരുന്നത്, എല്ലാം കൊണ്ടു ചെല്ലുകയാണ്. 10ാമത്തെ വേദഭാഗം, 9-10 വേദഭാഗം. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ ഏലിശായുടെ വീട്ടുവാതിക്കൽ വന്നു നിന്നു. രഥത്തോടും കുതിരകളോടും കൂടെ ഏലിശായുടെ വീട്ടുവാതിക്കൽ, ശമരിയയിലെ പ്രവാചകൻ ഏലിശ ആ പ്രവാചകന്റെ വീട്ടുവാതിക്കൽ വന്നു. ഏലിശ ആളയച്ചിട്ട് പറഞ്ഞു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. അത്ഭുതം കാണാനായിട്ട് ഓടി വന്നതാണ്. ഇതിപ്പം നമുക്ക് എത്രയും വേഗം രോഗവും മാറി വന്ന രഥത്തിൽ കുതിരയോടൊപ്പം തിരിച്ചു പോകാൻ വേണ്ടി ഓടി വന്ന മനുഷ്യനാണ്. എത്രയും വേഗം സ്ഥലം വിടണം, ഇവിടുന്ന് സൗഖ്യം കിട്ടണം, അനുഗ്രഹം കിട്ടി മടങ്ങിപ്പോകണം. അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹത്തിന്റെ ദാതാവിനെ, ആ ഉറവയെ മറന്നു പോകുന്ന ലോകം. അങ്ങനെയാണ് ലോകം.
ലോകം ഇന്ന് വലിയവരെ കാണുന്ന ലോകമാണ്. ലോകം വലിയവരെ കാണുന്ന ലോകമാണ്. അതിനാണ് കർത്താവായ യേശു തമ്പുരാൻ പുതിയ നിയമത്തിൽ ഒരു ഉപമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് വലിയ മനുഷ്യരെ കുറിച്ചാണ്. ധനവാന്റെയും ലാസറിന്റെയും ഉപമ ഓർപ്പിക്കുന്നുണ്ട്. ധനവാൻ ധൂമ്ര വസ്ത്രം ധരിച്ച് ആവശ്യത്തിനുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുകയാണ്. ആ മനുഷ്യന്റെ വീട്ടുവാതുക്കൽ, പടിവാതുക്കൽ ആര് കിടപ്പുണ്ട്? ലാസർ കിടപ്പുണ്ട്. ലാസറിന്റെ ആഗ്രഹം എന്ത്? ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കിട്ടാൻ, ഭക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. കൊടുത്തിട്ടില്ല ഇതുവരെ. കൊടുത്തു എന്ന് വേദപുസ്തകം വായിക്കുന്നില്ലല്ലോ. അത് ആഗ്രഹിച്ച് അവിടെ കിടക്കുകയാണ്. വലിയ മനുഷ്യരുടെ വീട്ടുവാതുക്കൽ കിടക്കുന്ന ലാസറിനെ കാണാത്ത മനുഷ്യരാണ്. അതാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. ധനവാന്റെ വീട്ടുവാതുക്കൽ കിടക്കുന്ന ലാസറിനെ ധനവാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ആ മനുഷ്യൻ ഇതുവരെയും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷേ കണ്ട ഒരു സമയമുണ്ട്. അഗ്നിനരകത്തിൽ ചാകാത്ത സ്ഥലത്ത്, ദൈവസന്നിധിയില്ലാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ അവൻ ലാസറിനെ കാണുന്നു. എവിടെയാണ്? അബ്രഹാമിന്റെ മടിയിൽ. അബ്രഹാമിന്റെ മടിയിൽ. അപ്പോഴാണ്, മുകളിലേക്ക് നോക്കിയപ്പോഴാണ് അബ്രഹാമിനെ കാണുന്നത്. വീട്ടുവാതുക്കൽ കിടന്ന മനുഷ്യനെ ഈ ധനവാൻ ഒരു നാളും കണ്ടിട്ടില്ല. ലോകം അങ്ങനെയാണ്. ദരിദ്രനെ കാണാത്ത ലോകമാണ്. ഗതിയില്ലാത്തവരെ കാണത്തില്ല, ദരിദ്രനെ കാണത്തില്ല, പ്രയാസമുള്ളവനെ ഈ ലോകം കാണത്തില്ല, തള്ളപ്പെട്ടവരെ കാണത്തില്ല, ആരും കാണത്തില്ല, ഒരിടത്തും കാണുകയില്ല, ഒരു സ്ഥലത്തും ഇങ്ങനെയുള്ളവരെ കാണുകയില്ല. മനുഷ്യൻ കാണുന്ന ധനവാൻ അല്ലെങ്കിൽ വലിയ മനുഷ്യൻ കാണുന്നത് വലിയ മനുഷ്യരെ മാത്രമേ കാണുകയുള്ളൂ. ദരിദ്രനെ കാണാനുള്ള കണ്ണ് ഈ ലോകത്തിനില്ല. ഒരു ഗതിയുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യനെ കാണുവാനുള്ള കണ്ണ് ഈ ലോകത്തിനില്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ വെച്ച് കാണാതെ, ദരിദ്രനെ കാണാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, നരകത്തിൽ വീഴുമ്പോൾ അവിടെ നിന്ന് മുകളിലേക്ക് പോയാൽ, മുകളിലേക്ക് നോക്കിയാൽ ഒരിക്കൽ പോലും ഈ കഷ്ടപ്പെടുന്ന മനുഷ്യൻ അബ്രഹാമിന്റെ മടിയിൽ ആ പർദീസയിലുണ്ടാകും. അവിടെ ചെന്നെത്തുവാനായിട്ട് സാധ്യമല്ല. ഈ ലോകത്തിൽ വെച്ച് ഈ മനുഷ്യരെ കണ്ടു എങ്കിൽ, ഗതിയില്ലാത്തവരെയും ദരിദ്രനെയും അംഗഹീനരെയും മുടന്തരെയും രോഗികളെയും ദരിദ്രന്മാരെയും ഒക്കെ നമ്മൾ കണ്ടുവെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ ഇവരെ കാണണം. എന്നിട്ട് വേണം നമ്മൾ സ്വർഗീയ പർദീസ അവകാശമായി അനുഭവിക്കുവാനായിട്ട് നമ്മൾ ചെല്ലേണ്ടത്. അല്ലാതെ ധനവാന്റെ വീട്ടുവാതിൽ കിടക്കുന്ന, വീടിന്റെ വടികൾ കിടക്കുന്ന മനുഷ്യനെ കാണാത്ത മനുഷ്യരാണ്. അപ്പോഴാണ് അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നതാണ്. ലാസറിനെ അവിടെ വേദപുസ്തകം ഓർപ്പിക്കുന്ന, ലാസർ മരിച്ചു, ദൂതന്മാർ അവനെ കൊണ്ടുപോയി. ദൂതന്മാർ കൊണ്ടുപോയി. ധനവാൻ മരിച്ചു. എങ്ങനെ, എന്ത് ചെയ്തെന്ന് പറഞ്ഞേ? അടക്കപ്പെട്ടു എന്നുള്ളതാണ് കാണുന്നത്. ഈ ലോകത്തിൽ അടക്കപ്പെട്ടു. ലാസറിനെ ദൂതന്മാർ കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഈ മനുഷ്യനും, ഈ വലിയ മനുഷ്യനും, ഈ ആഭരണങ്ങളും സ്വത്തും അങ്ങനെയുള്ള എല്ലാ വിശേഷ വസ്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയ മനുഷ്യൻ അവിടെ ചെന്ന് സൗഖ്യം പ്രാപിച്ചിട്ട് ഇതെല്ലാം കൊടുത്തിട്ട് തിരികെ പോകണം. അപ്പോഴാണ് യഹോവയായ ദൈവതമ്പുരാൻ പ്രവാചകനിലൂടെ ഇടപെടുകയാണ്, എലീശായിലൂടെ ഇടപെടുകയാണ്. എന്ത് പറഞ്ഞു? എലീശ ആളയച്ചിട്ട് പറഞ്ഞു, ആ വന്ന മനുഷ്യൻ എന്ത് ചെയ്യണം? യോർദാനിലോട്ട് ചെന്നിട്ട് 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കണം. ഇതാണ് വിനയപ്പെടലിൻ്റെ, ഭവനത്തിൻ്റെ വാതുക്കൽ വെച്ച് സംസാരിക്കുന്ന വാക്ക്. എലീശായുടെ ഭവനം വലിയ ഭവനമൊന്നുമല്ല, ഒരു സാധാരണ ഭവനമാണ്. അതിനെക്കുറിച്ച് ഓർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത വാക്യങ്ങൾ. ഒരു സാധാരണ ഭവനമാണ്. ചിലപ്പോൾ ഒരു കൂടാരമായിരിക്കാം, അതിലൊന്നുമില്ല. പക്ഷേ അതിലൊന്നുമില്ല എങ്കിലും അവിടെ ദൈവമുണ്ട്. യേശുവുള്ള ഭവനം, യഹോവയായ ദൈവമുള്ള ഭവനം പ്രവാചകനോടൊപ്പം ഉണ്ട്. ആ ഭവനത്തിൽ എന്തില്ല?
ഈ വലിയ മനുഷ്യൻ, മഹാനും മാന്യനുമായി നിൽക്കുന്ന മനുഷ്യൻ കൊണ്ടുവരുന്ന ഒരു സാധനം പോലും ആ ഭവനത്തിന് നിക്ഷേപമായിട്ടില്ല. പക്ഷെ ആരുണ്ട്? ദൈവകൃപയുണ്ട്, ദൈവമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രവാചകൻ എന്നുള്ള രീതിയിൽ പ്രവാചകന്റെ ശക്തിയുമുണ്ട് ഭവനത്തിൽ. അങ്ങനെയുള്ള സ്ഥലത്ത് ഇദ്ദേഹം കൊണ്ടുവരുന്ന ഈ വലിയ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ദൈവകൃപയെ ഇറക്കി വിടുവാൻ ഏലിശ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് ആളയിച്ച് പറയുന്നത്, അങ്ങോട്ട് ചെല്ല്, ഒരു വലിയ നദി നിന്റെ മുമ്പിലുണ്ട്, അങ്ങോട്ട് ചെന്നിട്ട് നീ ആ രഥത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങ്, ആ കുതിരകളുടെ അകമ്പടിയായി വന്ന് ഈ രഥത്തിൽ നിന്ന് നീ ഒന്ന് ഇറങ്ങ്, നിന്റെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളിൽ നിന്ന് നീ ഒന്ന് മാറി നിൽക്ക്. ഇതാണ് പ്രവാചകൻ ആളയിച്ച് പറഞ്ഞതിന്റെ സാരാംശം. നീ അവിടെ നിന്നൊന്ന് ഇറങ്ങ്, നീ ഈ രഥത്തിൽ നിന്നൊന്ന് ഇറങ്ങ്. ഇറങ്ങിയെങ്കിൽ മാത്രമേ സൗഖ്യം കിട്ടുകയുള്ളൂ. നീ ഇറങ്ങി ഭൂമിയിലേക്ക് നിന്റെ കാലൊന്ന് ചവിട്ടിക്കേ, ഭൂമിയിലെ മണ്ണിന്റെ അംശവും ആ ഗന്ധവും നിന്റെ കാലിലൊന്ന് രുചിക്കട്ടെ. എന്നിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങ്. ഇറങ്ങുവാൻ പറ്റാത്ത അവസ്ഥയാണ് പല ജീവിതങ്ങളിലും സമാധാനമില്ലാതെ പോകുന്നത്. ചില സ്ഥലങ്ങളിൽ നിന്ന്, ചില വാചകങ്ങളിൽ നിന്ന്, ചില സംസാരങ്ങളിൽ നിന്ന്, ചില പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പരാജയം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കിൽ നിന്ന് ഒന്ന് ഇറങ്ങ്. ഗർവോടുകൂടിയ വാക്കിൽ നിന്ന് നമുക്കൊന്ന് ഇറങ്ങാം. അഹങ്കാരത്തിന്റെ വാക്കുകൾ നമുക്ക് ഉപേക്ഷിക്കാം. കോപത്തിന്റെ വാക്കുകൾ നമുക്ക് ഉപേക്ഷിക്കാം. അട്ടഹസിക്കുന്ന ആ ശബ്ദത്തിന്റെ ഘനഗാംഭീര്യം ഒന്ന് നമുക്ക് കുറയ്ക്കാം. എന്നിട്ട് ശാന്തമായി ഒന്ന് സംസാരിച്ച് നോക്കിക്കേ. നമുക്ക് ഈ രഥങ്ങളിൽ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്കൊരു വിനയമുണ്ടാകുകയുള്ളൂ. ഇല്ല എങ്കിൽ അതിലിരുന്നൊരിക്കലും സൗഖ്യം കിട്ടുകയില്ല. കൊണ്ടുവന്ന രഥത്തോടും കുതിരകളോടും കൂടെ ഇന്നും നമ്മൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ നമുക്കൊരിക്കലും ഒരു സന്തോഷം നമുക്ക് ലഭിക്കുകയില്ല. ആട്ടിടയന്മാരുടെ പാട്ടുകളും അത് തന്നെ, ഈ മാലാഖയുടെ പാട്ടുകളും ഇത് തന്നെ അവരോട് ശ്രവിക്കുന്നത്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഇടയന്മാര് പോകുന്നത്, ഈ പൈതലായ യേശുവിനെ കാണാൻ പോകുന്നത്, ബേത്ലഹേമിലേക്ക് പോകുന്നത്, യാത്രയാകുന്നത് ഒരിക്കൽ പോലും വലിയ വാഹനങ്ങളിലോ അല്ലെങ്കിൽ രഥങ്ങളിലോ ഒന്നുമല്ല. അവർ നടക്കുകയാണ്. അവരുടെ രഥം ആകാശത്തുണ്ട്. അതൊരു നക്ഷത്രമാണ്. അവർക്ക് മുമ്പേ പൊക്കൊണ്ടിരുന്നു. അവർക്ക് പിറകെയല്ല പൊക്കൊണ്ടിരുന്നത്, അവർക്ക് മുന്നമേ അത് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ മുന്നമേ യാത്ര ചെയ്യുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ യാത്ര ചെയ്യുന്ന ഒരു പ്രകാശപൂരിതമായ ഒരു നക്ഷത്രമുണ്ട്. അത് എവിടെയാണോ നിൽക്കുന്നത്, അതിനെ ലക്ഷ്യമാക്കിയാണ് ഞാൻ യാത്ര ചെയ്യുന്നതെങ്കിൽ അതെവിടെ നിൽക്കുന്നു, അവിടെ എൻ്റെ യേശുവിനെ ഞാൻ കണ്ടുമുട്ടും. പൈതലായ യേശുവിനെ ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടും. ആ വാതിക്കൽ വെച്ച് ഞാൻ കണ്ടുമുട്ടും. നീ ഒന്ന് ഇറങ്ങ്, ഈ രഥത്തിൽ നിന്നൊന്ന് ഇറങ്ങിയിട്ട് എവിടെ പോകണം? യോർദാൻ നദിയിൽ പോയി നീ കുളിക്കണം. 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. അപ്പോൾ നിന്റെ ദേഹം ശുദ്ധമാകും, നിന്റെ രോഗം മാറും. നിന്റെ രോഗം നീ മാറ്റുവാനാണ്. അപ്പോഴാണ് മൂന്നാമത്തെ ഭാഗം. ഈ മനുഷ്യൻ, ഈ വന്ന മനുഷ്യൻ, മഹാനായ മനുഷ്യൻ, മാന്യനായ മനുഷ്യൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ നാട്ടിലും ഇതിലും വലിയ നദികളുണ്ട്. അതാണ് താഴേക്കുള്ള വേദഭാഗം, ഞാൻ വായിക്കുന്നില്ല. ഇതിലും വലിയ നദികളുണ്ട്, എനിക്ക് അവിടെ പോയി എനിക്ക് എൻ്റെ ശരീരം കഴുകാം, അവിടെ നിന്ന് ഞാൻ ശുദ്ധനാകും. എനിക്ക് അവയിൽ കുളിച്ചാൽ എനിക്ക് ശുദ്ധമാകാൻ സാധ്യമാകില്ലേ? എനിക്ക് അവിടെ പോയി കുളിച്ചൂടെ? സ്വന്തം ദേശത്തിൻ്റെ അഹങ്കാരത്തിൽ മതിമറന്നുപോയ ഈ നയമാന് ഇത്രയും നാൾ അവൻ്റെ ദേശത്തെ സമുദ്രത്തിൽ, നദിയിൽ കുളിച്ചിട്ട് ശരീരം സൗഖ്യമായിട്ടില്ല.
എന്നാൽ ആ സ്ഥലത്ത് ദൈവ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് അവൻ സൗഖ്യമല്ല. പ്രവാചകന്റെ വാക്കനുസരിക്കാതെ പോകരുത്. അതാണ് അടുത്ത ഭാഗം. എന്നാൽ അവന്റെ ഭൃത്യന്മാർ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, പ്രവാചകൻ വലിയൊരു കാര്യം അല്ല നിന്നോട് പറഞ്ഞത്. വലിയൊരു കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ, കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? 12-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം. പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകുക എന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്ന് പറഞ്ഞു. 3-ാമത്തെ വേദഭാഗം 14-ാമത്തെ വാക്യം. പ്രവാചകൻ വലിയ കാര്യമൊന്നുമല്ല പറഞ്ഞത്, ചെറിയ കാര്യമാണ് പറഞ്ഞത്. നാമാണ് നമ്മുടെ ഭാഗം കറക്റ്റ് ചെയ്യാൻ നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത്. ചെറിയ കാര്യങ്ങൾ പെൺകുട്ടിയിൽ നിന്ന് തുടങ്ങിയതാണ്, ഒരു കുഞ്ഞിൽ നിന്ന് തുടങ്ങിയതാണ്, ഒരു കുഞ്ഞിൽ നിന്ന് തുടങ്ങിയ കാര്യമാണ്. എലീശാ പ്രവാചകന്റെ വീട്ടുവാതിക്കൽ വന്നത്. വീണ്ടും ആ ഭൃത്യന്മാര് ആ മനുഷ്യനോട് പറയുന്നു, നിന്റെ കോപം ഒന്ന് അടക്ക്, നിന്റെ സംസാരം ഒന്ന് കുറയ്ക്ക്, നീ എന്തിന് ദേഷ്യപ്പെടുന്നു, നീ എന്തിനാണ് വലിയ കാര്യങ്ങൾ വെച്ച് സംസാരിക്കുന്നത്, നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് ബോധ്യമുണ്ട്. പല സംസാരങ്ങളും പലപ്പോഴും നമ്മളെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്, നമ്മൾ എന്ത് കാര്യം എവിടെ വെച്ച് പറയണമെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പോഴാണ് നമ്മുടെ അകത്തുള്ള ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഹൃദയത്തിൽ കൂടുവച്ചിരിക്കുന്ന ചില ശക്തികൾ നമ്മെ അത് പറയുവാനായിട്ട് അനുവദിക്കും. നമ്മൾ എന്തു പറയണമെന്ന് നമുക്കറിയാൻ പാടില്ല. ദേവാലയത്തിൽ വെച്ച് നാം ദൈവത്തോട് സംസാരിക്കണം, ദേവാലയത്തിൽ വെച്ച് നാം ദൈവത്തോട് അർത്ഥിക്കണം, യാചന അർത്ഥിക്കണം. നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് നമുക്കറിയാൻ പാടില്ല. ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ദൈവികമായ കാര്യങ്ങളുടെ സാരാംശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് പിന്മാറുവാനായിട്ട് നമുക്ക് സാധ്യമാകരുത്. ഈ വലിയ കാര്യങ്ങൾ നിന്നോട് കൽപ്പിച്ചാൽ നീ ചെയ്യത്തില്ലായിരുന്നു, ഇതൊരു ചെറിയ കാര്യമാണല്ലോ. നിന്റെ ദേഹം ശുദ്ധൻ, നിനക്ക് ഗുണം വരുവാൻ, നിന്റെ രോഗം മാറുവാൻ, നിന്റെ നല്ലതിന്, നിന്റെ സൗഖ്യത്തിന് നീ രഥത്തിൽ നിന്നിറങ്ങണം. ഈ പ്രവാചകൻ പറഞ്ഞതിനോട് ദേഷ്യപ്പെടരുത്. പ്രവാചകൻ ഒരു ചെറിയ കാര്യമാണ് പറഞ്ഞത്, നീ ചെന്ന് ശുദ്ധനാകുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. 14-ാമത്തെ വേദഭാഗം. അപ്പോൾ അവൻ ചെന്ന ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി, അവൻ ശുദ്ധനായി തീർന്നു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ദേഹം സൗഖ്യമാകുമെന്ന്, പാപരോഗങ്ങൾ സൗഖ്യമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം ദേശത്ത് വലിയ നദികളുണ്ടെന്ന് അഹങ്കാരത്തോട് ചിന്തിച്ച മനുഷ്യൻ ഈ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് യോർദാനിൽ, ദൈവപുരുഷന്റെ വചനം കേട്ടിട്ട് യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങി. പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് പ്രവാചകൻ പറയുന്ന സ്ഥലത്ത് നിന്നെങ്കിൽ മാത്രമേ, പ്രവാചകൻ നിർദ്ദേശിക്കുന്ന ഇടത്തിൽ പോയി മാത്രമേ, പ്രവാചകന്റെ സാന്നിധ്യമുള്ള, ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് പോയെങ്കിൽ മാത്രമേ നിന്റെ ദേഹം ശുദ്ധമാകുകയുള്ളൂ, നിന്റെ ഹൃദയം ശുദ്ധമാകുകയുള്ളൂ. ശരീരം നമ്മളെല്ലാം ശുദ്ധമാണ്, ഹൃദയവും മനസ്സും നമ്മൾ എത്രമാത്രം കുടിലതകളും കുടിലതന്ത്രങ്ങളുമായിട്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. നമ്മൾ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ടുകൊണ്ട് പല തന്ത്രങ്ങളുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ സംസാരിക്കേണ്ടത്, സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ സംസാരിക്കേണ്ടത്, മറ്റുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ സംസാരിക്കേണ്ടത്, ഇതെല്ലാം നമ്മളിങ്ങനെ ഒരു വലിയ വലയത്തിൽ കൂടുകെട്ടി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ. എന്നാൽ ക്രിസ്തു നമ്മളോടൊക്കെ പറയുന്ന, നമ്മളോട് സംസാരിക്കുന്നത് വലിയ കാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ട് വലിയ കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നവരാണ്. വലിയ കാര്യങ്ങൾ, ബൃഹത്തായ പദ്ധതികളുടെ പിന്നാലെയാണ് നമ്മളെല്ലാവരും. നമ്മൾ വലിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആളില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആളില്ല. നമ്മളെന്ത് വലിയ കാര്യങ്ങൾ ചെയ്യണം. വലിയ കാര്യങ്ങൾ ചെയ്തിട്ടോ അത് മുഴുവനായി ലോകത്തെ അറിയിക്കണം, മുഴുവനായി എല്ലാവരും കാണണം, എന്നെ പ്രദർശിപ്പിക്കണം. ഞാൻ ചെയ്യുന്നതിനെ ഈ ലോകം അറിയണം, ഞാൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ലോകമറിയണം, എല്ലാ മനുഷ്യരും അറിയണം, മനുഷ്യനറിയണം. ഇതെല്ലാം നമ്മുടെയൊക്കെ ചിന്തയാണ്. എന്തറിയണം? ലോകമറിയണം. ഇപ്പൊ ക്രിസ്മസ് കരോളിന്റെ കാലഘട്ടത്തിലാണ്. എൻ്റെ പള്ളിയിൽ നിന്ന് കരോൾ ഇറങ്ങിയത് ലോകമറിയണം. ഞാൻ പാട്ടുപാടുന്നത് ലോകമറിയണം. ഞാൻ ഇന്ന സ്ഥലത്ത് പോയത് മറ്റുള്ളവരറിയണം. പ്രിയമുള്ളവരെ, ദൈവം എന്നെയും നിങ്ങളെയും അറിയുന്നത് ചെറിയ മാർഗത്തിലാണ്, ചെറിയ ഇടങ്ങളിലാണ് നമ്മളെ എല്ലാവരെയും ദൈവം അറിയുന്നത്. ചെറിയ സ്ഥലത്താണ് നമ്മളെ അറിയുന്നത്. യോർദാൻ നദിയിൽ വെച്ച് പ്രവാചകർ ശിഷ്യന്റെ വാക്കുകൊണ്ട് ഈ നയമാൻ ദൈവത്തെ അറിയുകയാണ്. ചെറിയ സ്ഥലത്ത് വെച്ച്, അവൻ്റെ സ്ഥലത്ത്, അവൻ്റെ കൊട്ടാരത്തിലോ അവൻ്റെ മഹത്വത്തിലോ അവൻ്റെ വിനയമില്ലായ്മയിലോ അനുസരണമില്ലായ്മയിലോ അവൻ കൊണ്ടുവന്നിട്ടുള്ള സകലത്തിൽ വെച്ചോ ദൈവം അവനെ അറിഞ്ഞില്ല. പ്രവാചകൻ പറഞ്ഞ ചെറിയ കാര്യങ്ങളിൽ ഈ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞു. ഈ ദൈവം ഇന്ന് എന്നോടൊപ്പം ഉണ്ടാകണം, നമ്മളോടൊപ്പം ഉണ്ടാകണം. ലോകത്തോട്, ഇത് കേൾക്കുന്നവരോട്, എല്ലാ മനുഷ്യരോടും ഉണ്ടാകണം. ലോകം അറിയുവാനുള്ള ദൈവം അറിഞ്ഞോ എന്നുള്ളതാണ്. എന്നെ അറിയുവാൻ എന്തെല്ലാം മാർഗങ്ങൾ നമ്മൾക്ക് അവലംബിക്കാം. പക്ഷേ എൻ്റെ ദേഹം ശുദ്ധമായോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. എൻ്റെ ദേഹം ശുദ്ധമായോ, എൻ്റെ ഹൃദയം ശുദ്ധമായോ, എൻ്റെ ബുദ്ധി നിർമ്മലമാക്കപ്പെട്ടോ, എൻ്റെ മനസ്സ് യഥാർത്ഥത്തിൽ ശോഭയുള്ളതായി മാറിയോ? പ്രിയമുള്ളവരെ, ശുദ്ധനായി തീർന്നോ നമ്മൾ? 4-ാമത്തെ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 17-ാമത്തെ വാക്യം. അപ്പോൾ നയമാൻ, എന്നാൽ 2 കോവർക്കഴുത ചുമട് മണ്ണ് അടിയന് തരുവിക്കണമേ. അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ അന്യദൈവങ്ങൾക്ക് ഹോമയാഗവും ഹനനയാഗവും കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിന് അടിസ്ഥാനമായ തൊട്ടുമുകളിലുള്ള വേദഭാഗം ഈ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. പ്രവാചകൻ ചെയ്ത ഈ സൗഖ്യത്തിന് കൊണ്ടുപോവുകയാണ്. 15-ാമത്തെ വേദഭാഗത്തിൽ, പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്നു, അവൻ്റെ മുമ്പാകെ നിന്നു. ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആകയാൽ അടിയൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അതിനെ അവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല. പ്രവാചകൻ പറയുകയാണ്, എലീശാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് ദൈവശക്തി തന്ന ഒരു ദൈവശബ്ദമുണ്ട്. ആ യഹോവയുടെ മുൻപിൽ വെച്ച് നീ കൊണ്ടുവന്നത് ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എന്താവശ്യമുണ്ട്? 2. അപ്പോൾ നയമാൻ പറയും, എന്നാൽ പ്രവാചകനോട് പറയും, എനിക്ക് 2 കോവർ കഴുത ചുമട് മണ്ണ് അടിയന് തരുവിക്കണമേ. ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ പോകുന്നു, യഹോവയ്ക്ക് ആരാധന കഴിക്കാൻ പോവുകയാണ്, യഹോവയ്ക്ക് നിർമ്മലമായ ബലി കഴിക്കുവാൻ പോവുകയാണ്. എൻ്റെ കയ്യിലുള്ളതെല്ലാം എൻ്റെ രോഗത്തിന് ഒരു കാരണവശാലും അതിന് ഉതകിയില്ല, എൻ്റെ രോഗമൊന്നും മാറിയില്ല. അതുകൊണ്ട് നീ പറഞ്ഞ ഈ വാക്കുകൊണ്ട് അതെല്ലാം അങ്ങ് എടുത്തുകൊള്ളുക. പ്രവാചകൻ പറയുന്നു, ഈ ഗ്രഹത്തിന് എനിക്ക് താമസിക്കാൻ, എനിക്ക് നിന്റെ കയ്യിലുള്ളതൊന്നും വേണ്ട, എൻ്റെ ഗ്രഹത്തിനൊന്നും വേണ്ട, എൻ്റെ ഭവനത്തിനുള്ളത് എൻ്റെ ഭവനത്തിലുണ്ട്. ഇത് കയറി വന്നാൽ, നീ കൊണ്ടുവന്നതെല്ലാം കയറി ഇത് വാങ്ങിച്ച് ഞാൻ ഇവിടെ വെച്ചാൽ എൻ്റെ ദൈവകൃപ എന്നിൽ നിന്ന് വിട്ടുപോകും. നീ കൊണ്ടുവന്നത് മുഴുവനും ഈ ചെറിയ കൂടാരത്തിലേക്ക് കൊണ്ടുവച്ചാൽ ജീവിതത്തിൽ എനിക്ക് എൻ്റെ സമാധാനം നഷ്ടപ്പെടും, എൻ്റെ സ്നേഹം നഷ്ടപ്പെടും, അന്യരോടുള്ള കരുണ നഷ്ടപ്പെടും, ബഹുമാനങ്ങൾ നഷ്ടപ്പെടും. എനിക്ക് ഭൃത്യന്മാർ ഇപ്പൊ ഒരാളെ ഉള്ളെങ്കിൽ ഇതെല്ലാം കൊണ്ടുവച്ച് അനേക ഭൃത്യന്മാരും കൂട്ടുകാരും എൻ്റെ ഭവനത്തിൽ വരും. എനിക്കതുകൊണ്ട് അതൊന്നും വേണ്ട. ഞാൻ സേവിച്ചു നിൽക്കുന്ന
എൻ്റെ ദൈവമുണ്ട്, ഞാൻ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ലോകത്തിൽ. ആ ദൈവമല്ലേ എൻ്റെ മുമ്പിലെ ക്രിസ്തുവായി ഈ പുൽക്കൂട്ടിലുള്ളത്. യഹോവയാണ്, എനിക്ക് ഇതൊന്നും ആവശ്യമില്ല എന്ന് പ്രവാചകൻ ഓർപ്പിക്കുമ്പോൾ ഇത് കൊണ്ടുവന്ന് എൻ്റെ ഭവനത്തിൽ വെച്ചാൽ എൻ്റെ ജീവിതം ഇന്നുകൊണ്ട് പിന്നെയും തളർച്ചയിലേക്ക് പോകും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്? അനേകർക്ക് തണലാകാൻ, അനേകർക്ക് ജീവിതത്തിൻ്റെ ശുദ്ധി വരുത്തുവാൻ, അനേകരുടെ ഹൃദയങ്ങളിൽ മാനസാന്തരത്തിൻ്റെ വിത്തുകൾ വളർത്തുവാൻ. ആ വിത്തുകൾ വളർത്തുന്ന ഒരു ചെറിയ ഒരു പുൽക്കൂട് ഈ ക്രിസ്മസ് നാളിൽ നമുക്ക് പണിതെടുക്കാം. ആഡംബരത്തിന്റെ പുൽക്കൂടുകളല്ല, ആഡംബരത്തിന്റെ കാലിക്കൂടുകളിലല്ല, മറിച്ച് എളിമയുടെ വിനയത്തിന്റെ ഒരു പുൽക്കൂടുകൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് നെയ്തെടുക്കാം. ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് ആ തിരുകുടുംബത്തെ. ഏലീശായുടെ കൂടാരത്തിനൊന്നും ആവശ്യമില്ല എങ്കിലും പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ കൂടാരത്തിലേക്ക്, ഈ ഹൃദയത്തിന്റെ കൂടാരത്തിലേക്ക് നമുക്കും മടക്കി കൊണ്ടുവരാം. ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു ചെറിയ പുൽക്കൂട്, അത് സ്നേഹത്തിന്റെ പുൽക്കൂടാകാം, കരുണയുടെ പുൽക്കൂടിൽ, വിനയത്തിന്റെ പുൽക്കൂട് നമുക്കവിടെ ഉണ്ടാകാം. അവിടെ ആ വിനയത്തിന്റെ പുൽക്കൂട് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ ഇടയന്മാർ കാഴ്ച അണയ്ക്കാൻ കടന്നു വരികയുള്ളൂ, വിദ്വാൻമാർ പാട്ടുപാടുകയുള്ളൂ, ഉപേക്ഷിക്കപ്പെട്ട ആടുകൾ ഗോശാലയിൽ സംരക്ഷണത്തിന്റെ അനുഭവത്തിൽ കിടക്കുകയുള്ളൂ. അതിനെ ആര് നോക്കുമെന്നുള്ളതല്ല, മറിച്ച് ഞങ്ങൾക്ക് ലഭിച്ച ദിവ്യ സമ്മാനത്തെ കാണുവാനായിട്ട് പോകണം. ഞങ്ങൾക്ക് ലഭിച്ച ദിവ്യ സമ്മാനമാണ് ആ ഗോശാലയിൽ കിടക്കുന്നത്. ആ ഗോശാലയുടെ ദൈവകൃപ നമുക്കുണ്ടാകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുഗ്രഹീത നിമിഷങ്ങളിലൂടെ നമുക്കും കടന്നു പോകാം. ആത്മാവിന്റെ ഒരുക്കത്തിൽ ആഡംബരത്തിന്റെ പുൽക്കൂടുകളിലേക്കാൾ വിനയത്തിന്റെ പുൽക്കൂട് നമുക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരുക്കാം. അവിടെ നമുക്ക് കാഴ്ച കൊണ്ടുവെക്കാം. എന്ത് കാഴ്ച കൊണ്ടുവെക്കാം? എൻ്റെ അഹങ്കാരം മാറ്റിയുള്ള കാഴ്ച, എൻ്റെ ജീവിതത്തിൻ്റെ ഗർവ് മാറ്റിയുള്ള കാഴ്ച, എൻ്റെ അനുതാപത്തിൻ്റെ കാഴ്ചകളുടെ കെട്ടുകൾ നമുക്ക് അവിടുന്ന് തുറന്നു കൊടുക്കാം. യേശുവേ, നിന്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു വരുന്നു, സ്വീകരിച്ചാലും. എൻ്റെ വിനയത്തിൻ്റെ കാഴ്ചകളെ നമുക്ക് അവിടുന്ന് കൊടുക്കാം. സ്വർണവും കുന്തിരിക്കവും മോരും വിദ്വാൻമാരുടെ കാഴ്ചകളെ കൈക്കൊണ്ടതുപോലെ ദൈവമേ, എൻ്റെ കൈകളിലുള്ള കാഴ്ചകളെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതിനെ നമുക്ക് അർപ്പിക്കുവാൻ 2024 ക്രിസ്മസ് നമുക്കിടയാകട്ടെ. എല്ലാം ഉണ്ടെങ്കിലും നമുക്കൊന്ന് വിനയപ്പെടുവാൻ സാധ്യമാകുന്ന നിമിഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദൈവിക കൃപ നിറഞ്ഞ അവസരം നൽകിയ മന്ദിറമ്പാച്ചനോടും വൈദിക ശ്രേഷ്ഠോടും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും നന്ദിയും ആദരവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.